ഇപ്പോൾ നിരൂപകൻ പ്രജീഷ് രാജശേഖർ കൂടെ ചേരുന്നുണ്ട്. പ്രജീഷ്, അമ്മയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരിക്കുകയാണ്. ഈ പട്ടിക നോക്കുമ്പോഴൊക്കെ തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അടക്കം സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യമുണ്ട്. എങ്ങനെയാണ് അങ്ങ് ഈ പട്ടികയെ നോക്കിക്കാണുന്നത്? തീർച്ചയായും ഈ അമ്മയുടെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തന്നെ ഇതിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ദേവനുമാണ് ഇത്തവണ മത്സരിക്കുന്നത്. അതേസമയം തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുമ്പു പരമേശ്വരനും രവീന്ദ്രനും മത്സരിക്കുന്നു. ഒരുപക്ഷെ ശ്വേതാ മേനോനും കുമ്പു പരമേശ്വരനും വിജയിക്കുകയാണെങ്കിൽ അമ്മയുടെ പ്രധാന സ്ഥാനങ്ങളിൽ മോഹൻലാലിനും മമ്മൂട്ടിക്കൊക്കെ ശേഷം ശ്വേതാ മേനോനും കുമ്പു പരമേശ്വരനും വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഒപ്പം തന്നെ ഈ പട്ടികയെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ വലിയ നാടകീയമായ സംഭവങ്ങളാണ് ഈ അമ്മയ്ക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് പറയാതിരിക്കാൻ വയ്യ. കാരണം ഏതാണ്ട് 12ഓളം പേരാണ് ഈ ഒരു 2-3 ദിവസത്തിനൊക്കെ സ്ഥാനാർത്ഥി നാമനിർദ്ദേശം കൊടുക്കുകയും അതിൽ നിന്ന് പിന്മാറുകയൊക്കെ ചെയ്തിരിക്കുന്നത്. അതിൽ പലരും ആരോപണം നേരിടുന്ന ആളുകളാണ്, അല്ലെങ്കിൽ അവർക്കെതിരെ മറ്റു തരത്തിലുള്ള ആരോപണങ്ങൾ ഉള്ളവരാണ്. ഒപ്പം ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ന് അൻസിബ ഹസൻ അമ്മയുടെ ജോയിന്റ് സെക്രട്ടറിയായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഈ അൻസിബ തന്നെ കഴിഞ്ഞ ദിവസം അൻസിബയ്ക്കെതിരായി വലിയ രീതിയിൽ ഒരു അധിക്ഷേപം നേരിടേണ്ടി വന്ന പരാതി നൽകിയിട്ടുണ്ട്. അത് ഇൻഫോ പാർക്ക് പോലീസിൽ ഒരു പരാതി നൽകുകയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അനൂപ് ചന്ദ്രനെതിരെയായിരുന്നു ആ പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അനൂപ് ചന്ദ്രൻ അടക്കമുള്ളവർ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. നേരത്തെ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരുപക്ഷെ മോഹൻലാൽ, മമ്മൂട്ടി അടക്കമുള്ള മുതിർന്ന താരങ്ങളെ മത്സരിപ്പിക്കാൻ ഒരു നീക്കം അമ്മയ്ക്കകത്ത് തന്നെ നടന്നിരുന്നു. അതിനായി മറ്റു താരങ്ങളടക്കം കൂടിയാലോചിക്കുകയും ഇവരുടെ പേര് നിർദ്ദേശിക്കുകയും അല്ലെങ്കിൽ അവരോട് ഇതിൽ മത്സരിക്കാൻ ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അവർ സ്വമേധയാ പിന്മാറുകയും പിന്നീട് രണ്ടാം നിര നടന്മാരായി അല്ലെങ്കിൽ മുതിർന്ന നടന്മാർക്ക് പിന്നാലെയുള്ള കുഞ്ചാക്കോ ബോബൻ, അതുപോലെ ആസിഫ് അടക്കമുള്ള താരങ്ങളുമായി ഒരു ചർച്ച നടക്കുകയുണ്ടായി. പക്ഷെ അവരും ഈ ഒരു സ്ഥാനത്തേക്ക് വരാൻ വിമുഖത കാണിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഏതാണ്ട് 6-7ഓളം പേർ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പട്ടിക നാമനിർദ്ദേശം നൽകുകയും അല്ലെങ്കിൽ അതിന് സന്നദ്ധത അറിയിച്ച് രംഗത്ത് വരികയും ചെയ്തത്. ഇതിൽ ജഗദീഷ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ജയൻ ചേർത്തല, അനൂപ് ചന്ദ്രൻ, ദേവൻ, ശ്വേതാ മേനോൻ തുടങ്ങി 5 പേരായിരുന്നു ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനെത്തിയത്. എന്നാൽ പിന്നീട് നടന്ന ഓരോ ദിവസവും മാറി വരുമ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അന്തിമ പട്ടിക പുറത്തു വരുന്ന സാഹചര്യത്തിൽ ശ്വേതാ മേനോനും ദേവനും മാത്രമാണ് ഇപ്പോൾ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും നിരവധി പേർ മത്സരിക്കാൻ വേണ്ടി ബാബുരാജ് അടക്കമുള്ള ആളുകൾ ഇന്ന് രാവിലെ വരെ ആ പട്ടികയിൽ ഉണ്ടായിരുന്നു. ആ ബാബുരാജിനെതിരെ സംഘടനയ്ക്കകത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഒരു ഭാഗത്ത് നടത്തുകയും ചെയ്തു. അത് പലരും മാധ്യമങ്ങളിലൂടെ തന്നെ പ്രതികരിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഒരു ഹൃദയഭേദകമായി അദ്ദേഹം തന്നെ ഒരു കുറിപ്പ് രേഖപ്പെടുത്തി സംഘടനാ സംവിധാനത്തിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നടക്കം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പിന്മാറ്റം വന്നിരിക്കുന്നത്. നേരത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഇരുന്ന ജഗദീഷിനെതിരെയും മാലാപാർവതി അടക്കമുള്ളവർ മാധ്യമങ്ങളിലൂടെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ജഗദീഷും പിന്മാറിയിരിക്കുന്നത്. ഇപ്പോൾ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അൻസിബയ്ക്ക് എതിരാളികളില്ല എന്നതാണ് മറ്റൊരു കാര്യം. അൻസിബ നേരത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളാണ്. പിന്നീട് അഡ്ഹോക് കമ്മിറ്റിയിലും അംഗമായിരുന്നു. അല്ലെങ്കിൽ സംഘടനയെ ഈ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുപോയതിൽ ഒരു വലിയ നീക്കം നടത്തിയ ഒരാളായിരുന്നു അൻസിബ എന്നാണ് ഒരു വിഭാഗം സിനിമാക്കാരുടെ അല്ലെങ്കിൽ അമ്മ അംഗങ്ങളുടെ ഒരു എടുത്തു പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് സിനിമാ മേഖലയിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് അമ്മ സംഘടനയ്ക്കകത്ത് മുമ്പെങ്ങുമില്ലാത്ത വിധം പൊട്ടിത്തെറിയും അല്ലെങ്കിൽ ഗ്രൂപ്പ് സംവിധാനങ്ങളൊക്കെ നിലവിൽ വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം സിദ്ദിഖ് രാജിവെക്കാതിരിക്കുകയും ഉണ്ണി മുകുന്ദൻ രാജിവെച്ച് പുറത്തു പോവുകയും ചെയ്യുന്നു. അതേസമയം തന്നെ ഇടവേള ബാബുവിനെ ഈ സിനിമ സംഘടനയിലേക്ക് തിരിച്ചെത്തിക്കാൻ ഒരു വിഭാഗം നീക്കം നടത്തിയിരുന്നു എന്നത് ഈ അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ പുറത്തു വരുന്ന ഈ ഒരു പട്ടിക അനുസരിച്ച് ഒരുപക്ഷെ ശ്വേതാ മേനോനോ ദേവനോ വിജയിച്ചേക്കാം. ഒരുപക്ഷെ സംഘടനയുടെ മുൻനിര സ്ഥാനങ്ങളിലൊക്കെ തന്നെയും സ്ത്രീകൾ വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ജോയിന്റ് സെക്രട്ടറിയായി ഇതിനകം തന്നെ ഒരു വനിത വിജയിച്ചു കഴിഞ്ഞു, അൻസിബ ഹസനാണ്. അതേപോലെ ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും മറ്റൊരു പട്ടികയിലുണ്ട്. വൈസ് പ്രസിഡന്റുമാരാണെങ്കിൽ ജയൻ ചേർത്തല മത്സരിക്കുമ്പോൾ ലക്ഷ്മി പ്രിയയും അതോടൊപ്പം തന്നെ മത്സര രംഗത്തുണ്ട്. ഇതൊക്കെ തന്നെ കൂട്ടി വായിക്കുമ്പോൾ ഒരുപക്ഷെ സ്ത്രീകൾക്ക് അധികം ആരോപണ വിധേയരല്ലാത്ത
സ്ത്രീകളെ അമ്മ സംഘടനയുടെ തലപ്പത്ത് എത്തിക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നതെന്നും അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെയുള്ള ഇത്തരം സ്ത്രീകൾക്കെതിരായ അതിക്രമം അടക്കമുള്ള വിഷയങ്ങളിൽ പരാതി നേരിടുന്ന താരങ്ങൾ സ്വമേധയാ മാറി നിൽക്കുകയും അമ്മയുടെ ഒരു പ്രതിച്ഛായ തിരിച്ചു കൊണ്ടുവരണം എന്ന് ഒരു വിഭാഗം ആളുകളുടെ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം നടന്നത് എന്നാണ് അനുമാനിക്കുക. ശരി, വളരെ നന്ദിയുണ്ട് പ്രജീഷ ശേഖർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.